start our journey here. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ വെനീസിലേക്കാണ് പോകുന്നത്. കോപ്പൻഹേഗനിൽ നിന്ന് വെനീസ് വരെയുള്ള കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടുകൊണ്ട് പോകാം. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കലംബോർഗ് സ്റ്റേഷൻ എന്നാണ്. അവിടുന്ന് കോപ്പൻഹേഗൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് വരും. അവിടെ നിന്നാണ് നമ്മൾ എയർപോർട്ടിലേക്കുള്ള കണക്ഷൻ ട്രെയിൻ കിട്ടുന്നത്. സോ നമ്മൾ ഈ ട്രെയിൻ കയറിയിട്ട് നമ്മൾ കോപ്പൻഹേഗൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. ഇവിടുന്ന് നാളെ രാവിലെയാണ് നമുക്ക് വെനീസിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് പോയത്. അതിലേക്ക് പോകുന്ന വഴിയാണിത്. സോ ആ ഏരിയയിൽ നമുക്ക് ഫോട്ടോസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ രാവിലെ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി. റെസ്റ്റ് എടുക്കാൻ അവിടെ തന്നെ ഏരിയാസ് അവൈലബിൾ ആണ്. സോ അത് നമ്മൾ സ്പോട്ട് നോക്കിയിട്ട് ഇരുന്നതിന് ശേഷം നമ്മൾ രാവിലെ ആക്കുക. രാവിലത്തെ ബോർഡിങ്ങിന് മുമ്പുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ. സോ ഈ ലെഫ്റ്റിൽ കാണുന്ന ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ ബോർഡ് ചെയ്യാൻ പോകുന്നത്. ആ ബോർഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇൻട്രോ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ ടു വെനീസ്. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിന്റെ മുകളിലുള്ള സ്നോ ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു 15 മിനിറ്റ്സിന് ശേഷം പിന്നെ നമ്മൾ ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കുറെ ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇതൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വ്യൂ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. ഇനി കുറച്ച് നമുക്ക് ഏരിയൽ വ്യൂസ് കാണാം കേട്ടോ. ആ സമയത്ത് ഡെൻമാർക്കിലെ ഷോർ ലൈൻ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്പെഷ്യാലിറ്റി ആയ വിൻഡ് മിൽ ഫാംസും പിന്നെ ഈ ബ്രിഡ്ജ്, ഒറൈസൺ ബ്രിഡ്ജ് കണക്ടിങ് ഡെൻമാർക്ക് ആൻഡ് സ്വീഡൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷിപ്പ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ. അത് നല്ലൊരു രസമുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ സ്വീഡന്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ സമയത്തുള്ള ഏരിയൽ വ്യൂ ആണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത്. പിന്നെ നമുക്ക് SAS ഫ്രീ ആയിട്ട് ടീ, കോഫി, വാട്ടർ ഇത് മൂന്നാണ് കിട്ടുക. യു ക്യാൻ ഹാവ് ഇറ്റ്. അതിന്റെ കൂടെ തന്നെ ഇഫ് യു വാണ്ട് സം സ്നാക്സ് ഓർ സം ഫുഡ് യു ക്യാൻ ഓർഡർ ഇറ്റ് ഫ്രം ഫ്ലൈറ്റ് ഇറ്റ്സെൽഫ് ആൻഡ് യു ക്യാൻ പേ ബൈ കാർഡ്. സണ്ണി ആയിരുന്നുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ നന്നായിരുന്നു. അതിന്റെ കൂടെ തന്നെ ബോർഡ് ചെയ്യുന്ന സമയത്തും വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആശാനെ കൊണ്ട് താഴത്തെ വ്യൂസ് ഒക്കെ നോക്കാൻ പറഞ്ഞേ. But he was like more interested on those flight instructions. ഞാൻ ആദ്യം കുറെ കഥ പറയാൻ നോക്കി. പക്ഷെ അവസാനം ആശാൻ എനിക്ക് കഥ പറഞ്ഞിട്ട് വഴിയൊക്കെ പറഞ്ഞു തരുന്നൊരു അവസ്ഥയായി മാറിയിട്ടോ. ഇതൊക്കെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ വെനീസിലെ മാർക്കോ പോളോ എയർപോർട്ടിലാണ് ഇറങ്ങാൻ പോകുന്നത്. സോ അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കോപ്പൻഹേഗനിൽ നിന്ന് 1 hour 40 minutes ആണ് അതിന്റെ ടൈം ഡ്യൂറേഷൻ. സോ നമ്മൾ വെനീസിന്റെ കുറച്ചും കൂടി അടുത്തെത്താറായി. ആ സമയത്തുള്ള വ്യൂസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ തന്നെ ഷാഡോ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അത് കുറച്ച് ഡിസ്റ്റൻസ് അല്ല, ഒരു ഓൾമോസ്റ്റ് ലൈക്ക് 15-20 minutes ആ ഒരു റണ്ണിങ് ടൈമിൽ തന്നെ കാണാൻ പറ്റി. രണ്ട് ഫ്ലൈറ്റ് തമ്മിൽ റേസ് നടത്തുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ തന്നത്. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് വെനീസ്. വെൽക്കം ടു മാർക്കോ പോളോ എയർപോർട്ട്. വെനീസിലെ ഉൾക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.